സുഭാഷിതത്തിന്റെ തദ്ദേശം യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മിക്കവാറും 7-ാം തീയതിക്ക് മുമ്പ് ഡേറ്റ് അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കാം, രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എവിടെയൊക്കെയാണ് ഉണ്ടാവുക, നിലവിലിരിക്കുന്ന ഭരണസമിതി ആരൊക്കെ അട്ടിമറിക്കും, ഇങ്ങനെയുള്ള കൗതുകമുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചാനൽ വഴി നമുക്ക് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ആദ്യത്തെ പരമ്പരയിൽപ്പെട്ട ഒന്നാണ് നമ്മൾ കോർപ്പറേഷനുകൾ എന്താണ് സംഭവിക്കുക. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ അടിയൊഴുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. മറ്റൊന്നും കൊണ്ടുമല്ല, തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ നിലവിലെ മേയർ അദ്ദേഹം ചില ചാഞ്ചാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇനി ഞാൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതേ വായിൽ അദ്ദേഹം അതേ വാ കൊണ്ട് തന്നെ അതേ ചൂടോടുക്ക് തന്നെ ആ വാ അടയ്ക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞു, അസംബ്ലി തെരഞ്ഞെടുപ്പിന് ആരെങ്കിലും എന്നെ സഹായിച്ചാൽ CPM-ന്റെ തലയെടുപ്പുള്ള നേതാവാണ് പറയുന്നത്. തൃശ്ശൂരിലെ CPM-ലെ തലയെടുപ്പുള്ള കോർപ്പറേഷന്റെ നിലവിലെ മേയറാണ്. മേയർ സ്ഥാനം മാറിയിട്ടില്ല. മേയറാണ് പറയുന്നത്. കുറച്ച് ദിവസം ഉണ്ടല്ലോ. മേയറാണ് പറയുന്നത്, അസംബ്ലി തെരഞ്ഞെടുപ്പിന് ആരെങ്കിലും എന്നെ സഹായിച്ചാൽ ഞാൻ അവരെ കൂടെ സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, BJP-യുടെ സുരേഷ് ഗോപി 1500 കോടി രൂപ തന്ന് ഒരു വികസനവും കുറെ വികസന പ്രവർത്തനങ്ങളും തൃശ്ശൂർ നടത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ ഏരിയയിൽ. ഇതെല്ലാം കൂട്ടി വാദിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ താഴെത്തലങ്ങളിൽ നിന്ന് തരുന്ന പ്രാദേശിക എഡിറ്റർമാരും ലേഖകരും റിപ്പോർട്ടർമാരും തരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും MC വർഗീസ് BJP-യിലേക്ക് പോകാനും അസംബ്ലി സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും LDF നമ്മുടെ മുന്നണി പിടിക്കുമോ, കോർപ്പറേഷൻ ആര് പിടിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഇത് പറയുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആന്റി ഇൻകംബൻസ് എല്ലാം മാറി മാറി വരികയാണ് ഓരോ ദിവസം കഴിയുന്തോറും. ഇന്നിപ്പോൾ ദാരിദ്ര്യത്തിന്റെ കാര്യങ്ങൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നു. അത് പ്രഖ്യാപിക്കപ്പെടുന്നു. ദാരിദ്ര്യരില്ലാത്ത കേരളം, അതിന്റെ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ട്, എന്നാലും അത് ചർച്ച ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ക്ഷേമ പെൻഷനുകളും അതുപോലെ എല്ലാവർക്കും അംഗനവാടി, ആശാ വർക്കേഴ്സ്, ആയമാര്, കൃഷി വർക്കേഴ്സ്, അങ്ങനെ എല്ലാവർക്കും, പിന്നെ വീട്ടമ്മമാര്, യുവാക്കൾ എല്ലാവർക്കും ചെറിയ ചെറിയ പൈസ കിട്ടുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഗവൺമെന്റ് നടത്തി. അതിന്റെ ഭാഗമായ ആളുകൾ പായസം വയ്ക്കുന്നു, വനിതകൾ റാലി നടത്തുന്നു, ബഹളം ഉണ്ടാക്കുന്നു. കുറെ ബഹളങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് ആഹ്ലാദപരമായിട്ടൊക്കെ. ഇതൊക്കെ ഇലക്ഷനിൽ വോട്ടായി പ്രതിഫലിപ്പിക്കുമോ? അതോ 4-4.5 വർഷം വരെ ഇതെല്ലാം ഫ്രീസറിൽ വെച്ചിട്ട് ഇലക്ഷന് 4 ദിവസം ഉള്ളപ്പോൾ ഇതെല്ലാം കൂടെ പ്രഖ്യാപിച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ശരിയായി വരുമോ? കോൺഗ്രസിന് ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 17 പേരുള്ള കോർ കമ്മിറ്റി ഉണ്ടാക്കി. ആ കോർ കമ്മിറ്റിയൊക്കെ പ്രവർത്തിച്ച് ശക്തരായ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി അവിടെ പിടിക്കുമോ? LDF പിടിക്കുമോ തൃശ്ശൂർ? അതോ UDF കൊണ്ടുപോകുമോ? BJP പിടിക്കുമോ എന്നുള്ള വളരെ ശക്തമായ ഒരു ചോദ്യം തൃശ്ശൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോഴും ഇത് പറയുമ്പോഴും LDF-നാണ് ഇപ്പോഴും അപ്പർ ഹാൻഡ് ഉള്ളത്. കാര്യം MC വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പുറത്തോട്ട് പോയിട്ടില്ല. ഇനി പോയാലും അത് എത്ര പേരെ കൊണ്ടുപോകുമെന്നൊന്നും അറിയത്തില്ല. CPM-ൽ നിന്ന് അങ്ങനെ വ്യാപകമായി CPM-ൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുക പ്രായോഗികമല്ല. BJP-യിലേക്ക് കുറച്ച് പേര് പോകും, ആരെങ്കിലുമൊക്കെ വ്യക്തികളെ പോകും. അങ്ങനെ മാസമായിട്ട് ആളുകൾ പോകാനുള്ള സാധ്യതയില്ല. ആ കാരണം BJP-യും CPM അങ്ങനെ നിൽക്കുന്ന 2 പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPI-ക്കും CPM-നും വലിയ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് ഈ തൃശ്ശൂർ. മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരെ എടുത്താൽ തൃശ്ശൂർ കുറച്ച് പേരുള്ള സ്ഥലമാണ്. ഈ യുക്തിവാദികളെ എടുത്താൽ കുറച്ച് പേരുണ്ട്, നിരീശ്വരവാദികൾ കുറച്ച് പേരുണ്ട്, സ്വതന്ത്ര ചിന്താഗതിക്കാർ കുറച്ച് പേരുണ്ട്. അങ്ങനെ ഒരു സാംസ്കാരികമായി ഇടതുപക്ഷ മനസ്സുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. എന്തായാലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് LDF തന്നെയാണ് ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്നത്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇനി MC വർഗീസ് അപ്പുറത്തോട്ട് ചേരുമോ നമുക്കറിയില്ല. ചേർന്നാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാനങ്ങൾ എന്തെന്ന് നമുക്കറിയില്ല. അതിന്റെ അടിയൊഴുക്കൾ എങ്ങോട്ടാണ് പോകുന്നറിയില്ല. തൃശ്ശൂരിൽ അതുപോലെ കോൺഗ്രസിൽ ആരാണ് ഇനി കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി എന്നറിയില്ല. MC വർഗീസ് മാറിപ്പോയാൽ CPM-ന്റെ സ്ഥാനാർത്ഥി ആരെന്നറിയില്ല. വനിതയാണ് വരുന്നതെങ്കിൽ ഏത് വനിത ആണെങ്കിൽ ആ കോർപ്പറേഷനിൽ ആരാണ് ഇനി വനിതാ സ്ഥാനാർത്ഥി? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് LDF-ന് തന്നെയാണ്. തൃശ്ശൂർ നഗരസഭ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. പക്ഷേ മറ്റു പല നഗരസഭകളിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. താഴെത്തലങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യം പറയുമ്പോൾ നാളെ മറ്റൊരു വിവരം താഴെത്തലത്തിൽ നിന്ന് എടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാറ്റി പറയേണ്ടി വരും. അത് മറ്റൊരു കാര്യം. രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലാണല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ നിമിഷം കഴിയുന്തോറും പുതിയ പുതിയ സമവാക്യങ്ങളാണ്. മാത്രമല്ല ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ ഉടനെ താഴത്തെ വേറെ പാർട്ടിയിലേക്ക് പോകും. കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പ് എപ്പോഴും അങ്ങനെയാണ്.
ഈ നമ്മൾ മുകളിൽ നിൽക്കുന്നില്ല, കോൺഗ്രസ് നിൽക്കുന്ന ആളിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJP-യിലേക്ക് പോകും, BJP നിൽക്കുന്ന ആൾ ഇന്നലെ വരെ നിന്ന ആൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൽ പോകും, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും. അപ്പം CPI തട്ടി CPM-കാർ പോകും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. കാരണം അങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ഒരു പഴയ കാലത്താണെങ്കിൽ ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും വേറൊരാളിന് വോട്ട് ചെയ്യത്തില്ല. അവർ പോയാൽ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പോകാതിരിക്കും. പക്ഷേ ഈ ആ കാലമൊക്കെ മാറി. BJP-ക്കാർക്ക് വോട്ട് ചെയ്യും, BJP-യുടെ പരിപാടിക്ക് പോകും, BJP-യിൽ പരസ്യമായി ചേരും. ഇതൊന്നും ഒരു വലിയ വാർത്തയല്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ എത്ര നേതാക്കളാണ് BJP-യിലേക്ക് CPM-ൽ നിന്ന് പോയിരിക്കുന്നത്, CPM-ൽ നിന്ന് എത്ര പേരാണ് BJP-യിൽ വന്നിരിക്കുന്നത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കോൺഗ്രസിൽ എത്രയോ പേരാണ് പോയത്, CPI-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയവർ എത്രയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും മാറി മാറി രാഷ്ട്രീയം ഇങ്ങനെ വരുന്നതിൽ ആർക്കും ഒരു പരാതിയുമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കൃത്യമായി. പക്ഷെ തൃശ്ശൂരിൽ ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അനാലിസിസ് നടത്തിയാൽ LDF-ന്റെ മേൽക്കൈ ഇതുവരെ പോയിട്ടില്ല. അവർ തന്നെയായിരിക്കും വീണ്ടും അവിടെ ഭരിക്കാൻ സാധ്യതയുള്ളത്. അപ്പോഴും സുരേഷ് ഗോപി എഫക്റ്റ് അവിടെ നിൽപ്പുണ്ട്. സുരേഷ് ഗോപി കോർപ്പറേഷനിൽ എന്ത് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ഒരു വലിയ പ്രധാനമാണ്. സുരേഷ് ഗോപി എഫക്റ്റാണ് BJP എഫക്റ്റായിട്ട് തൃശ്ശൂർ നിൽക്കുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് അതോ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാക്കത്തില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിനാണോ സുരേഷ് ഗോപിയുടെ എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതെന്താണ് അവിടെ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും തൃശ്ശൂരിലെ രാഷ്ട്രീയം നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ MC വർഗീസ് ഇപ്പോൾ ഇങ്ങനെ സൈലന്റായി നിൽക്കുന്നതും അദ്ദേഹം നാളെ BJP പോകാനുള്ള കരുക്കൾ ഇപ്പോൾ തന്നെ നീക്കി പറഞ്ഞു നിൽക്കുന്നതും സുരേഷ് ഗോപിയെക്കുറിച്ചൊക്കെ വല്ലാതെ വാനോളം പൊഴുത്ത് നിൽക്കുന്നതുമൊക്കെ LDF എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും LDF-ന്റെ നിലവാരം ഉയരുന്നത്. എന്തായാലും LDF നേടും എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ LDF-ന്റെ നഗരസഭ തന്നെ ആയിരിക്കും തൃശ്ശൂരിൽ വീണ്ടും വരിക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭ ഭരിക്കുന്നത് LDF-ആണ്. തിരുവനന്തപുരം എടുത്താൽ CPM-ആണ്, പിന്നെ കൊല്ലം എടുത്താൽ CPI മാറി എന്തായാലും ഇടതുപക്ഷമാണ്. പിന്നെ പാലക്കാട് പക്ഷേ BJP-ആണ് ഭരിക്കുന്നത്. കോഴിക്കോട് എടുത്തു കഴിഞ്ഞാൽ CPM-ആണ്. ഞാൻ ഈ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ CPM-ആണ്. അങ്ങനെ ഓരോ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ CPM-ന് വലിയ അപ്പർ ഹാൻഡാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും കിട്ടുന്നത്. കാരണം അവരുടെ സംഘടനാ ബലം അത്ര വലുതാണ്. താഴെ തലത്തിൽ വലിയ സംഘടനാ ബലമുള്ള പാർട്ടികളാണ് CPM-ഉം CPI-യും ഒക്കെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തൃശ്ശൂർ നഗരസഭയിലും LDF മുൻതൂക്കമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ വരും നാളുകളിൽ അടുത്ത 10, 20, 30 ദിവസം കൊണ്ട് എല്ലാം മറിയാം. അവസാന സ്റ്റേജിൽ ഏത് പാർട്ടിക്കും കയറി വരാം, ഏത് മുന്നണിക്കും കയറി വരാം. പാലക്കാട് നഗരസഭയിൽ BJP വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. പന്തളം നഗരസഭയിൽ വന്നില്ലേ, കള്ളിക്കാട് പഞ്ചായത്തിൽ വന്നില്ലേ, എത്രയോ സ്ഥലം, കല്ലിയൂർ പഞ്ചായത്ത്, എത്രയോ സ്ഥാപനങ്ങൾ അവർ വന്നു. അതുകൊണ്ട് അവരില്ല എന്നൊന്നും പറയാം. പാലാക്കി അടുത്തുള്ള പഞ്ചായത്തിൽ വന്നില്ലേ. അപ്പോൾ എല്ലായിടത്തും BJP വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ BJP-യുടെ സാധ്യത കാണുന്നു, കോൺഗ്രസ് ഇതിനിടയിൽ നിന്നുള്ള സാധ്യത കാണുന്നു. അത് എന്തായാലും ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇന്നത്തെ ഒരു നിലവാരം അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ സ്വർണത്തിനൊക്കെ പോലെ വില നിലവാരം നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ അപ്പോഴത്തെ വില നിലവാരമാണ്. ഇന്നത്തെ വില നിലവാരം വെച്ച് അല്ലെങ്കിൽ ഇന്നലകൾ വരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് LDF തന്നെയായിരിക്കും തൃശ്ശൂർ വീണ്ടും നേടുന്നത്.